ഒരു മഴ വന്നു കഴിഞ്ഞാൽ ആ പാലത്തിന് വലിയ കൊമ്പുകൾ അഥവാ വലിയ മരങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ ശിഖരങ്ങൾ അതിൽ തട്ടി പാലം കേടുവരുന്നു. ഒരു പ്രാവശ്യം പാലം കേടുവന്നിട്ട് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും പിരിവിട്ടാണ് അത് നികത്തിയത്. ഇവിടുത്തെ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ, ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്മാർട്ട് അംഗനവാടി വേണം. ഗവൺമെന്റിന്റെ കണക്കിൽ 40 വീടിന് ഒരു അംഗനവാടി എന്നാണ്. പാവണ്ണ വാർഡിൽ 350 വീടുണ്ട്. ഇവിടെ 3 അംഗനവാടിയുടെ സ്ഥിതി ഇവിടെയുണ്ട്. ഒരു നാട്ടിൽ ഒരു അംഗനവാടി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ വികസനം വരുന്നത്. ഒരു സ്മാർട്ട് അംഗനവാടി ഒരു 5 സെന്റ് സ്ഥലം കൊടുത്താൽ മതി. ആരെങ്കിലും ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ ആളുകൾ പിരിവിട്ട് സ്ഥലം വാങ്ങിക്കൊടുക്കാം. ഇതുവരെയും ഇവിടെ നിന്ന് ജയിച്ചു പോയ മെമ്പർമാർ എന്തുകൊണ്ട് ഇവിടെ അംഗനവാടി കൊണ്ടുവന്നിട്ടില്ല? ആകെ ഒരു അംഗനവാടിയാണ്. ഇന്നോട് ഒരു വോട്ടർ പാവണെന്ന് എന്ന് പറഞ്ഞു, പൊന്നാരമനെ ഇന്റെ കുട്ടി അംഗനവാടി പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അംഗനവാടി കുറെ ദൂരത്താണ്, കുരുക്കലമ്പാടാണ്. ഈ പ്രദേശത്തെ ഒരു വോട്ടറാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, അംഗനവാടി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എന്റെ കുട്ടി പഠിക്കുന്നില്ല. സാക്ഷരത കേരളം എന്ന് പറയുന്ന കൊട്ടിയാഘോഷിക്കുന്ന ഈ കേരളത്തിൽ വികസന നായകന്മാർ എന്ന് ഞെളിഞ്ഞ് ഞെരിപിക്കൊള്ളുന്ന ഇവരുടെ ഇടയിലാണ് ഇപ്പോഴും ഒരു അംഗനവാടി, യഥാർത്ഥ അംഗനവാടി ഇവിടെ ഇല്ല. ഇവിടെ 3 അംഗനവാടിയുടെ സ്ഥിതി ഇവിടെയുണ്ട്. സ്മാർട്ട് അംഗനവാടി വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കാനും പഠിക്കാനും എല്ലാം കഴിയും. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വികസന മുരടിപ്പ്. എന്റെ ചിഹ്നമായ കൂടാടിയാളത്തിൽ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ 2 സ്മാർട്ട് അംഗനവാടി കൊണ്ടുവരും. ഇത് പൊള്ളയായ വാഗ്ദാനമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ കുട്ടികൾ കളിച്ചു വളരണം. കുറഞ്ഞ സമയം കൊണ്ട് അംഗനവാടിയിലേക്ക് എത്താനുള്ള രൂപത്തിൽ ഈ പാവണ്ണ വാർഡിൽ ഞാൻ സ്മാർട്ട് അംഗനവാടി കൊണ്ടുവരും. എന്താ ഇവർ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെയും? ഇത് തന്നെയാണ് വികസന മുരടിപ്പ്. വികസനം എന്ന 4 അക്ഷരം പോലും അറിയാത്ത മെമ്പർമാരാണ് ഇതുവരെയും ഭരിച്ചിരുന്നത്. അതല്ലേ ഇതിന്റെ യാഥാർത്ഥ്യം? ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യം ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ രാജാക്കന്മാരാണ്, നിങ്ങൾ പ്രജകളല്ല, നിങ്ങൾ രാജാക്കന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തല ഉയർത്തി ചോദിക്കാം, ഇവിടെ അംഗനവാടി, സ്മാർട്ട് അംഗനവാടി 3 വേണം, അതിൽ 1 മാത്രമേ ഉള്ളൂ, 2 എവിടെ? അതുപോലെ തന്നെ UP സ്കൂൾ, നമ്മുടെ 2009 വിദ്യാഭ്യാസ നയരേഖയിൽ പറയുന്നത് 3 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു UP സ്കൂൾ വേണമെന്ന. 3 കിലോമീറ്റർ ചുറ്റളവിൽ, 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു LP സ്കൂൾ വേണം. ഇവിടെ 3 കിലോമീറ്റർ ചുറ്റളവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രദേശത്തൊന്നും UP സ്കൂളില്ല. പാവണ്ണയിൽ ഒരു UP സ്കൂൾ 15 വർഷം മുമ്പ് വരേണ്ടതാണ്. ഇവിടെയുള്ള കുട്ടികൾ പന്നിപ്പാറയിലും മറ്റും പോയി പഠിക്കുന്ന ഒരു ഗതികേടിലാണ് ഇവിടെയുള്ളത്.